ഹായ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് നമുക്ക് എങ്ങനെ നിലവിലെ ജോലി കളയാതെ ഒരു പാസീവ് എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ്. അതും നമ്മുടെ കേരളത്തിൽ വീട്ടിലിരുന്നുകൊണ്ട് ഒരു ചെറിയ വ്യവസായമായി എങ്ങനെ തുടങ്ങാം എന്നതിനെ കുറിച്ചായിരുന്നു. ഹായ്, ഐ ആം ജയചന്ദ്രൻ MC. വെൽക്കം ടു മൈ അനദർ ഇൻഫർമേറ്റീവ് വീഡിയോ. ഇതിന് ഏറ്റവും മികച്ച മാതൃക ചൈനയാണ്. ചൈന എങ്ങനെയാണ് ലോകത്തിലെ ഉൽപാദക ശക്തിയായത്? വലിയ കോടികളുടെ ഫാക്ടറികൾ കൊണ്ട് മാത്രമല്ല, അവിടുത്തെ ഗ്രാമങ്ങളിലെ ഓരോ വീടുകളും ഓരോ കുട്ടി വ്യവസായ യൂണിറ്റുകളാണ്. ഓരോ വീട്ടിലും LED ബൾബുകളോ കേബിളുകളോ മൊബൈൽ ആക്സസറീസുകളോ തുണി നിർമ്മാണമോ അങ്ങനെ നിരവധി പ്രോഡക്ട്സുകളോ ഒക്കെയാണ് നിർമ്മിക്കുന്നത്. ഇതേ മോഡൽ നമ്മുടെ കേരളത്തിലും സാധ്യമാണ്. നമ്മൾ വെറും ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി തുടരാതെ ഓരോ വീട്ടിലും ചെറിയ വരുമാന മാർഗങ്ങൾ തുടങ്ങിയാൽ നമ്മുടെ നാടിന്റെ സാമ്പത്തിക അവസ്ഥ തന്നെ മാറും. ഇതിനായി നമ്മുടെ വ്യവസായ വകുപ്പും സംസ്ഥാന സർക്കാരും നല്ല രീതിയിൽ മുന്നിട്ടിറങ്ങിയാൽ നമ്മുടെ കേരളവും കടത്തിൽ നിന്ന് കരകയറും. ഇതിനായി വേണ്ടത് കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് അതിനുള്ള സാങ്കേതിക പരിജ്ഞാനം ഫ്രീ ആയി കൊടുക്കുക, സാമ്പത്തിക സഹായം നൽകുക, സാമ്പത്തിക സാക്ഷരത നൽകുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ വളരെ നല്ല സാഹചര്യങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങാതെ അഴിമതിയും നൂലാമലകളും ഇല്ലാതെ സാധാരണക്കാർക്ക് വീട്ടിൽ നിന്ന് തന്നെ ബിസിനസ് തുടങ്ങാൻ സഹായിക്കുന്ന വലിയൊരു നിയമവിപ്ലവം തന്നെയാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. കേരളത്തിൽ ചെറുകിട സംരംഭകർക്ക് വലിയ ആശ്വാസമായ ഈ ചരിത്രപരമായ നിയമ ഭേദഗതി വന്നത് 2019 ദ കേരള മൈക്രോ ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് അമെന്റ്മെന്റ് ആക്ട് 2019 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തുടർന്ന് ഇതിന്റെ ആനുകൂല്യങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് 2021 അതിനുശേഷവും അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. വ്യവസായ സൗഹൃദ നയങ്ങളിൽ ഇത് കൂടുതൽ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. നാം ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രധാനമായും അതിന്റെ കേന്ദ്ര സംസ്ഥാന സർക്കാർ നിയമങ്ങൾ അറിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. നമുക്കത് ചുരുക്കത്തിൽ പരിശോധിക്കാം. എല്ലാവരുടെ സംശയം, വീട്ടിൽ വ്യവസായം തുടങ്ങാൻ ലൈസൻസ് പ്രശ്നമാകില്ലേ? ഇല്ല. കാരണം കേരള സർക്കാരിന്റെ 2019 MSME ഫെസിലിറ്റേഷൻ ആക്ട് പ്രകാരം K-SWIFT പോർട്ടൽ വഴി ഓൺലൈനായി സ്വയം സാക്ഷ്യപത്രം നൽകിയാൽ നിങ്ങൾക്ക് അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇതേ കൈവശമുണ്ടെങ്കിൽ ആദ്യത്തെ 3 വർഷത്തേക്ക് പഞ്ചായത്ത് ലൈസൻസോ മറ്റു അനുമതികളോ ഇല്ലാതെ നിങ്ങൾക്ക് ധൈര്യമായി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. ബിസിനസ് വിജയിച്ചാൽ മാത്രം സ്ഥിരം ലൈസൻസുകൾ എടുത്താൽ മതി. പക്ഷെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ അത് വീട്ടിലായാലും ഫാക്ടറിയിലായാലും FSSAI രജിസ്ട്രേഷൻ നിർബന്ധമാണ്. കാരണം ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ഒരു വർഷത്തെ ടേൺ ഓവർ 12 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ഫുഡ് ലൈസൻസ് എടുക്കേണ്ടതില്ല. പകരം വർഷത്തിന് വെറും 100 രൂപ മാത്രം വിലയുള്ള FSSAI രജിസ്ട്രേഷൻ എടുത്താൽ മതിയാവും. ഇത് അക്ഷയ സെന്റർ വഴിയോ ഓൺലൈൻ വഴിയോ വീട്ടിലിരുന്നോ ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു സാധനം കവറിലോ കുപ്പിയിലോ ആക്കി അതിൽ വിലയും അളവും രേഖപ്പെടുത്തി വിൽക്കുമ്പോൾ ഉപഭോക്താവ് വഞ്ചിക്കപ്പെടാതിരിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കർശനമായ നിയമമാണ് ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പാക്കർ രജിസ്ട്രേഷൻ നിർബന്ധമായി എടുക്കണമെന്നുള്ളത്. ഇതും ഓൺലൈനായി വീട്ടിലിരുന്ന് തന്നെ എടുക്കാം. കേരള സർക്കാരിന്റെ ഈ മിനം പോർട്ടൽ വഴി എളുപ്പത്തിൽ ഓൺലൈനായി ഇത് അപേക്ഷിക്കാം. വീട്ടിലിരുന്ന് കുറഞ്ഞ ചെലവിൽ വ്യവസായം തുടങ്ങാം എന്നുള്ള തുടർന്നുള്ള വീഡിയോകൾ ഇനിയും കാണാം. താങ്ക് യു.